നമസ്കാരം. ട്രംപ് അധികാരമേറ്റത് മുതൽ നിരവധി പ്രശ്നങ്ങളാണ് അമേരിക്കയെ വലയ്ക്കുന്നത്. താരിഫ് ഭീഷണി മുഴക്കി ലോകരാജ്യങ്ങളുമായി പിണങ്ങിയതും യുദ്ധകാര്യങ്ങളിൽ അനാവശ്യ ഇടപെടലുകൾ നടത്തി പുലിവാല് പിടിച്ചതും ട്രംപിലൂടെ അമേരിക്ക നാശത്തിന്റെ വക്കിലെത്തി എന്ന സൂചനയാണ് നൽകുന്നത്. ഇതിനിടയിലാണ് കലിയടങ്ങാതെ തുള്ളുന്ന പ്രകൃതിക്ഷോഭങ്ങളും ഇപ്പോൾ അമേരിക്കയെ വലയ്ക്കുന്നത്. മഴയ്ക്കും വിനാശകരമായ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ള ശക്തമായ ഒരു കൊടുങ്കാറ്റ് അമേരിക്കൻ ഐക്യനാടുകളുടെ മധ്യഭാഗത്തേക്ക് എത്തുന്നതായുള്ള CNN റിപ്പോർട്ടിൽ ജാഗ്രതയിലാണ് ഇപ്പോൾ അമേരിക്ക. ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊടുങ്കാറ്റ് മിഡ് വെസ്റ്റ്, ഗ്രേറ്റ് പ്ലെയിൻസ് എന്നീ മേഖലകളിൽ നിന്ന് കരയിലേക്ക് എത്തുമെന്നും മഴയും ശക്തമായ ഇടിമിന്നലും ഉണ്ടാകുമെന്നുമാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ശക്തമായ മഴയ്ക്കും പെട്ടെന്നുള്ള കനത്ത വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ളതിനാൽ തന്നെ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ദുരിതബാധിത പ്രദേശങ്ങൾക്ക് നിരവധി മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഈ ശക്തമായ മഴയുടെ സാധ്യതയെക്കുറിച്ച് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. അതായത് ഒരു തലമുറയിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അത്രയും തീവ്രമായ മഴയായിരിക്കും പെയ്യുക. വെള്ളപ്പൊക്കം വരാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തമായിരിക്കാമെന്നും ഒരു സമൂഹത്തെ മുഴുവനായി വിഴുങ്ങാൻ ശേഷി അതിനുണ്ടാകുമെന്നുമാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന തരത്തിലാണ് വെള്ളപ്പൊക്ക സാധ്യതയെക്കുറിച്ചുള്ള ഏജൻസിയുടെ മുന്നറിയിപ്പ്. പക്ഷേ വെള്ളപ്പൊക്കം കൊണ്ട് മാത്രം അമേരിക്കയെ വെറുതെ വിടാൻ പ്രകൃതി തയ്യാറായേക്കില്ല. ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ശക്തമായ കൊടുങ്കാറ്റ് വലിയ തോതിലുള്ള ഇടിമിന്നലിനും ചുഴലിക്കാറ്റിനും വഴിയൊരുക്കുമെന്നും അധികൃതർ പറയുന്നുണ്ട്. അതിൽ ദീർഘനേരം നിലനിൽക്കാൻ സാധ്യതയുള്ള സൂപ്പർ സെൽ ചുഴലിക്കാറ്റുകളും ഉൾപ്പെടുന്നുണ്ട്. കൊടുങ്കാറ്റ് മിഡ്വെസ്റ്റിലേക്കും ഗ്രേറ്റ് പ്ലെയിൻസിലേക്കും നീങ്ങുമ്പോൾ അമേരിക്കയിലെ താമസക്കാർ ഏറ്റവും മോശമായ അവസ്ഥയെ നേരിടാൻ തയ്യാറെടുക്കുകയാണ്. പല പ്രദേശങ്ങളും ഇതിനോടകം തന്നെ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നുണ്ട്. അതിനാൽ തന്നെ അടിയന്തര മാനേജ്മെന്റ് ഉദ്യോഗസ്ഥർ മുൻകരുതലുകൾ എടുത്ത് സുരക്ഷിതമായി ഇരിക്കാൻ ആളുകളോട് അഭ്യർത്ഥിക്കുകയാണ്. വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ അഭയകേന്ദ്രങ്ങളും വളണ്ടിയർമാരും സജ്ജരാണെന്നും അമേരിക്കൻ റെഡ് ക്രോസ് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഫെഡറൽ എമർജൻസി മാനേജ്മെന്റ് ഏജൻസി അതായത് ഫെമ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ആവശ്യമുള്ളപ്പോൾ സേവനം ലഭ്യമാക്കാൻ ഉദ്യോഗസ്ഥർ സജ്ജരായിരിക്കുകയാണ്. കൊടുങ്കാറ്റ് ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ മധ്യ അമേരിക്ക നേരിടാൻ പോകുന്നത് വിനാശകരമായ ഒരു കാലാവസ്ഥ പ്രക്ഷോഭത്തിൽ തന്നെ ആയിരിക്കുമെന്നാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. മഴയുടെയും വിനാശകരമായ വെള്ളപ്പൊക്കത്തിന്റെയും ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പ്രാദേശിക അടിയന്തര മാനേജ്മെന്റ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുമാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അമേരിക്കയെ സാധാരണയായി വലയ്ക്കുന്ന ടൊർണാഡോ ചുഴലിക്കാറ്റുകൾ സാധാരണയായി ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇത്തവണ അത് മാർച്ച് 3 തന്നെ തീരം തൊടുകയും 100-ലധികം കുടുംബങ്ങളെ ഇതിനോടകം ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. 2024 54 പേരുടെ മരണത്തിനിടയാക്കിയ ചുഴലിക്കാറ്റ് ഇത്തവണ അതിലും ഭയാനകമായിരിക്കുമെന്നാണ് മുന്നറിയിപ്പുകളിലെല്ലാം തന്നെ കാണിക്കുന്നത്. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ വർഷാവർഷം അമേരിക്കയിൽ പതിവാണ്. ചുഴലിക്കാറ്റുകൾ മുതൽ കാട്ടുതീ വരെ, വെള്ളപ്പൊക്കം മുതൽ വരൾച്ച വരെ രാജ്യം നിരന്തരം പ്രകൃതിയുടെ കോപത്തെ അഭിമുഖീകരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇറാനെ അടക്കം പരസ്യമായി വെല്ലുവിളിച്ച് ട്രംപിന്റെ അമേരിക്ക പണി വാങ്ങിച്ചിരിക്കുന്നതും. താരിഫ് കൊണ്ട് പൊറുതിമുട്ടിക്കുമെന്നും അതിന് വഴങ്ങിയില്ലെങ്കിൽ ആക്രമണം നടത്തുമെന്നും ഒക്കെയുള്ള തികച്ചും ബാലിശമായ വെല്ലുവിളിയാണ് ട്രംപ് എന്നൊരു ഭരണാധികാരി നടത്തി വരുന്നത്. ഇത് റഷ്യയെയും ചൈനയെയും ഉത്തര കൊറിയയും ഒക്കെയുള്ള വമ്പന്മാരെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. ഈ രാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണ കൂടി ഇറാനുണ്ട്. എല്ലാത്തിനുമുപരിയായി അത്യാധുനിക ആയുധങ്ങളും മിസൈൽ ലോഞ്ചറുകളും ഭൂഗർഭാറകളിലടക്കം സെറ്റാക്കി ഇറാൻ കാത്തിരിക്കുകയാണ്. ട്രംപ് ഏതെങ്കിലും രീതിയിൽ ആക്രമണം നടത്തിയാൽ ഇറാനിൽ നിന്ന് തന്നെ വിന്യസിക്കാനാകുന്ന തരത്തിലുള്ള ആയുധങ്ങൾ അമേരിക്കൻ താവളങ്ങളെ ചാമ്പലാക്കും. അതുകൊണ്ട് തന്നെയാണ് ട്രംപിന്റെ ഓരോ വാക്കിനും കൃത്യമായി മറുപടി പറഞ്ഞു നിന്നിട്ടും ഇറാനെ അവർ ഒന്ന് തൊടാൻ മടിക്കുന്നത് പോലും. എന്തായാലും ട്രംപിന്റെ ഇനിയുള്ള നീക്കങ്ങൾ നിർണായകം തന്നെയാണ്.